ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റ് പരീക്ഷയെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളൊക്കെ ആ പരീക്ഷയുടെ ചൂടിലേക്ക് അല്ലേ, നമ്മളൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് കൂടി വന്ന സമയത്ത് ആ പരീക്ഷ ചൂടിലേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വേയിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമ്മൾ ഓരോരോ എക്സാമുകളും സാധാരണഗതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതാത് സമയത്ത് നടന്ന മറ്റ് പരീക്ഷകളെ കൂടി നമ്മൾ എന്ത് ചെയ്യും ഒന്ന് നോക്കിക്കാണും അല്ലേ. കൊമേഴ്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷയാണെങ്കിൽ അതാത് സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പരീക്ഷകൾ PSCയുടെ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യും ഒന്ന് റെഫർ ചെയ്യും ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി. അതേപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ആ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ് ആ പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് നടത്തുക എന്നീ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ന് ഒരു ചോദ്യം, ഇനി പഠിച്ചു തുടങ്ങിയവർ അറിയേണ്ടത് എന്തെല്ലാം. അതായത് നമ്മൾക്കിനി ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ആളെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ അവരുടെ ഏറ്റവും വലിയ സംശയമാണ് ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് സമയമില്ല, തീരെ സമയമില്ല, ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ള സംശയം പല ആൾക്കാരുടെ മൈൻഡിലുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് ഒരു മെൻ്റലി സപ്പോർട്ടാണ്. അപ്പം നമ്മൾ അവർക്കൊരു വേ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം. നോക്കിയേ, അപ്പോൾ നമ്മളെ ചോദ്യം ഇതാണ്, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയവർ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം നമുക്ക് അവരെ പ്രധാനമായിട്ടും ആരായിട്ട് തന്നെ വിളിക്കാം, അതായത് തുടക്കക്കാരായിട്ട് തന്നെ വിളിക്കാം അല്ലേ. തുടക്കക്കാർ എന്ന രീതി നമുക്ക് എടുക്കാം. ബിഗിനേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ബിഗിനർ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യും. ഇപ്പം നമ്മൾക്കിടയിൽ ഒരുപാട് പേര് പല ജോലികൾ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണ്. ആ ജോലിക്ക് ഒപ്പം തന്നെ നമ്മൾ എന്താണ് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ജോലിക്കൊപ്പം പഠിക്കുന്നു നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക? നമുക്ക് ആദ്യം വേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ്. എങ്ങനെയാണ്, അതായത് ജോലി കഴിഞ്ഞ് വന്നു നമുക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് 9 മണിക്കൂർ വരെ ജോലി കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ജോലി കഴിഞ്ഞ് 9 മണിക്കൂർ വന്നാൽ അവർക്ക് ഉള്ള സമയം ചിലപ്പോൾ ഫാമിലിയോട് കൂടി സ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം അതിനിടയ്ക്ക് എങ്ങനെയാണ് ടൈം കണ്ടെത്തുക? അതായത് നമ്മൾ പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മിനിമം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുക. എന്തിന്? ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി 2 മണിക്കൂർ എങ്ങനെ നമുക്ക് ചിലവഴിക്കാൻ വേണ്ടി പറ്റും? അതായത് ഒന്നുകിൽ നിങ്ങൾ തുടർച്ചയായ 2 മണിക്കൂർ ഒരു സമയം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ 1 മണിക്കൂർ രാത്രി 1 മണിക്കൂർ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, സമയം കണ്ടെത്തുക. അങ്ങനെ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം മൊത്തമായി പഠിച്ചു കഴിഞ്ഞ് റിവൈസ് ചെയ്ത് ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മളെ സബ്ജക്റ്റ് നോളജ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ പറ്റും എന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. ഓരോരുത്തരുടെ ഡിപ്പെൻസ് അപ്പോൾ ഓരോരുത്തരാണ് അല്ലേ, ഓരോരുത്തരുടെ സാഹചര്യമാണ്, എത്ര പ്രാവശ്യം പഠിക്കാൻ പറ്റും, എപ്പോഴാണ് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ സമയം നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടെത്തുക. പിന്നീട് അടുത്തത് വേണ്ട വെച്ചാൽ പഠിക്കാനുള്ള സമയം മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മൾ കൊമേഴ്സുകാരാണ്, നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള സമയം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അതിനു വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾക്കറിയാം ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് അല്ലേ. അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്തെ സാഹചര്യങ്ങളോ വീട്ടിലെ സാഹചര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രതികൂലമായിട്ടുണ്ടായേക്കാം. പക്ഷേ എത്ര പ്രതികൂലമായ അവസ്ഥയിലും നമ്മൾക്കുള്ള ഡിറ്റർമിനേഷൻ അല്ലേ, നമുക്കത് നേടണം എന്നുള്ളൊരു വിചാരം മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർ എന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു എക്സാം എഴുതുന്ന ആൾ എന്ന രീതിയിലോ നിങ്ങളെ കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക മൈൻഡിൽ ആദ്യം. അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുക. അതായത് അപ് ടു എക്സാം വരെ എന്നല്ല, നമ്മളെ കയ്യിൽ ഒരു ജോലി കിട്ടുന്നവരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ആ പഠനം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. കൂടാതെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം നല്ല ഇടവേളകളിൽ നമ്മൾ റിവൈസ് ചെയ്തും ഇത്തരത്തിലുള്ള എക്സാമുകൾ സ്വന്തമായിട്ട് എഴുതിയും സെൽഫ് അനാലിസിസ് ചെയ്യും നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻറ്റ് വരും. നമ്മൾ ഇത്രത്തോളം പഠിച്ചു, ഇത്രത്തോളം ഓക്കെ ആണെന്നുള്ള കാര്യങ്ങൾ.
ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ തന്നെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക. അതായത് തുടക്കക്കാരാണ്, അവർക്ക് ഇപ്പം തുടങ്ങാൻ പറ്റും. എങ്ങനെയാണ്, എത്രയാണ് സ്പെൻഡ് ചെയ്യണത്, ഓരോ ദിവസം എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, അതേപോലെ ഓരോ ദിവസം എത്രത്തോളം ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം, എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു പണി നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. തുടക്കക്കാരാണ് എന്ന രീതിയിൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ പതിയെ ട്രാക്കിലേക്ക് വരുമ്പോൾ ഈ 2 മണിക്കൂർ എന്നുള്ളത് 3 മണിക്കൂറും 4 മണിക്കൂറും 5 മണിക്കൂറൊക്കെ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലൊരു കറക്റ്റായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. ആ സ്റ്റഡി പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. പിന്നീട് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ടാവും അല്ലേ, നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷകളുടെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ ചോദ്യം കാണുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നേരിടണം എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇനിയുള്ള സമയത്ത് നമുക്ക് ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 5 മുതൽ 6 മാസം വരെ നമുക്ക് വേണമെങ്കിൽ സമയം നമുക്ക് കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി മാത്രമായിട്ടും ഒഴിഞ്ഞു വെക്കുക കുറച്ച് സമയം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ടും കൊണ്ടുവരിക. ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 MCQ നമുക്ക് നോക്കാം. അതായത് ചോദ്യത്തിൻ്റെ നിലവാരം എങ്ങനെയാണ്, ചോദ്യം എങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. നോക്കിയേ, ഇതാണൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഫീച്ചർ ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് മോഡേൺ മാർക്കറ്റിംഗ് ടെക്നിക്സ് നിങ്ങൾ പഠിച്ചതായിരിക്കും. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ പഠിക്കുകയാണ് മോഡേൺ മാർക്കറ്റിംഗ് തന്നെ ആയിക്കോട്ടെ. മോഡേൺ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് മോഡേൺ മാർക്കറ്റിംഗ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ഇനി അത് ആരെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, ഇയർ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പഠിക്കും. സെക്ഷൻ, ഇപ്പോൾ ടാക്സും ലോയൊക്കെയാണ് സെക്ഷൻ അടക്കം ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നീട് നമ്മൾ പഠിക്കേണ്ട എന്താണ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഡ്രോബാക്ക്, അഡ്വാൻറ്റേജസ്, പിന്നെ ടൈപ്സ്, സബ് ഗ്രൂപ്പ്, ഇനി കാൽക്കുലേഷൻസ്, അതായത് പ്രോബ്ലം പേപ്പർ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ ടെക്നിക്സ്, അതിൻ്റെ ഇക്വേഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഒരു ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്, നമ്മൾ ആദ്യം എന്താണ് ഡെഫിനേഷൻ, അതിൻ്റെ സെക്ഷനോ ഇയറോ മറ്റോ ഉണ്ടെങ്കിൽ ആര് ഡിഫൈൻ ചെയ്തെന്നുണ്ടെങ്കിൽ അത്, പിന്നീട് എന്താണ് ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ഡ്രോബാക്ക്, അഡ്വാൻറ്റേജസ്, ടൈപ്സ്, അതല്ല അതിൻ്റെ അകത്തുനിന്ന് സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത്, കൂടാതെ പ്രോബ്ലം പേപ്പറോ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് മോഡേൺ മാനേജ്മെന്റിന്റെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അല്ല, നമുക്ക് ഏതായാലും നോക്കിയേ, മോഡേൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ടാർഗറ്റ് മാർക്കറ്റിംഗ്, മോഡേൺ മാർക്കറ്റിംഗ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് ദി കൺസ്യൂമേഴ്സ്, മോഡേൺ മാർക്കറ്റിംഗ് ഈസ് പ്രൊഡ്യൂസർ ഓറിയന്റഡ്, മോഡേൺ മാർക്കറ്റിംഗ് പ്രൊസീഡ്സ് ആൻഡ് സക്സീഡ്സ് പ്രൊഡക്ഷൻ. ഇതാണ് വന്നത്. ഇതില് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത്, അതായത് മോഡേൺ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യെസ്, ഏതാണ് അവിടെ? സി ആണ് വരുന്നത്. മോഡേൺ മാർക്കറ്റിംഗ് ഈസ് പ്രൊഡ്യൂസർ ഓറിയന്റഡ് അല്ലേ. അതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു, അതായത് മോഡേൺ മാർക്കറ്റിംഗിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അല്ലാത്തതാണ് എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻകം ഫ്രം സബ് ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടീസ് ടാക്സബിൾ അണ്ടർ. എവിടെയാണ് ടാക്സബിൾ ആവുന്നത്? ഇൻകം ടാക്സിന്റെ പേപ്പറാണ്. ഇൻകം ടാക്സിൽ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇൻകം ടാക്സിൽ നമുക്കറിയാം ഓരോരോ വർഷം ബഡ്ജറ്റ് നടക്കുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ അതിൽ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട് പ്രോപ്പറായിട്ടും ഏത് അസസ്മെന്റ് ഇയർ ആണോ ആ അസസ്മെന്റ് ഇയറിൽ വന്ന മാറ്റങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, ആ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് അസസ്മെന്റ് ഇയർ ആണോ നമ്മളിപ്പോൾ നടപ്പിലാക്കുന്നത് അല്ലെ നടപ്പിൽ വന്നിരിക്കുന്നത് ആ അസസ്മെന്റ് ഇയറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഇവിടെ ഏതാ വരിക? ഇവിടെ അതർ സോഴ്സ് ആണ് വരിക. ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് അവിടെ വരുന്നത്. ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ എലമെന്റ് ഓഫ് പ്രൊമോഷൻ മിക്സ്? പ്രൊമോഷൻ മിക്സിന്റെ എലമെന്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ചോദ്യമാണ് അല്ലേ.
ഏതായിരിക്കാം? സെയിൽസ്, പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ്, ബ്രാൻഡിങ്, പേഴ്സണൽ സെല്ലിങ്. ഇവിടെ നമുക്കറിയാം, നമുക്കൊന്ന് ആലോചിച്ച് തന്നെ മനസ്സിലാവും ഏതാണ് ബ്രാൻഡിങ് ആണ് ഇവിടെ വരും അല്ലേ. ബാക്കി സെയിൽസ് പ്രൊമോഷൻ ആയാലും അഡ്വർടൈസ്മെന്റ് ആയാലും പേഴ്സണൽ സെല്ലിംഗ് ആയാലും ഒക്കെ അവിടെ എന്താണ്? പ്രൊമോഷൻ മിക്സിന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലെ. പ്രൊമോഷൻ മിക്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കക്കാരായിക്കോട്ടെ, പഠിച്ചു തുടങ്ങുന്നവരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ബികോം ആണ് ക്വാളിഫിക്കേഷൻ അറിയാവുന്നതാണ്. നമ്മളെ കൂടെ ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മളെ കൂടുതലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ നമ്മളെ താഴെ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ നമ്മളെ കൂടുതലായിട്ടും ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റും. കൂടാതെ നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് PYQ, 1 മിനിറ്റ് MCQ എന്ന രീതിയിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അല്ലെ, മറ്റു എക്സാമുമായിട്ടും ജനറൽ നോളജ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഒരുപാട് റീൽസും മറ്റു കാര്യങ്ങളും അല്ലെ. നമ്മളിങ്ങനെ റീൽസ് സ്വൈപ്പ് ചെയ്ത് പോകുന്നതിന് പകരം ആ 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. താഴെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുക്കുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ ലിങ്ക് കൂടെ താഴെ മെൻഷൻ ചെയ്യാം. കൂടാതെ ഇത്തരത്തിലുള്ള പുതിയ ഒരുപാട് യൂസ്ഫുൾ ആയ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ പുതിയ ബാച്ച്, ജൂനിയർ അക്കൗണ്ടന്റിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ത്രൂ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. ഇത്തരത്തിൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം കറക്റ്റാണ്. അത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഉറപ്പ് തരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ അവൈലബിലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.